നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ്. കേരളത്തിലടക്കം മയക്കുമരുന്ന് വ്യാപനം കൂടുമ്പോൾ ഈ ദിനത്തിൻ്റെ പ്രസക്തി വർദ്ധിക്കുകയാണ്. പ്രതികരണശേഷിയില്ലാത്തൊരു തലമുറ നമുക്കിടയിൽ ഉണ്ടാകുന്നുണ്ട്. കാരണം അവരെ പലപ്പോഴും നിയന്ത്രിക്കുന്നത് ലഹരിയാണ്. അതൊക്കെ മാറണം. തുടക്കത്തിലെ മയക്കുമരുന്നിനെ വേരോടെ പിഴുതെറിയാൻ കച്ചകെട്ടിയിറങ്ങിയ UDF സർക്കാരിൻ്റെ തൂഫാൻ പദ്ധതി അതിനാൽ തന്നെ വലിയ കയ്യടികൾ അർഹിക്കുന്നുണ്ട്. സർക്കാരിനൊപ്പം സമൂഹമാകെ കൈകോർക്കേണ്ടിയിരിക്കുന്നു. ഈ മഹാവിപത്തിൽ നിന്ന് നമ്മുടെ കുട്ടികളെയൊക്കെ രക്ഷിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇന്നത്തെ വാർത്തകൾ നമുക്ക് സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മാസപ്പടി കേസിൽ വീണയെ വീണ്ടും ചോദ്യം ചെയ്യാൻ ED അടുത്തയാഴ്ച വിളിപ്പിക്കും. ഇന്നലെ ചോദ്യം ചെയ്തത് 10 മണിക്കൂർ. കരിമണൽ കമ്പനിയുമായുള്ള സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്തും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ LDF BJP സംഘർഷത്തിൽ ഇരുവിഭാഗത്തിനെതിരെയും കേസ്. കാപ്പ കേസിൽ അറസ്റ്റിലായ സുഗതന്റെ രാജി ആവശ്യപ്പെട്ട ഇന്നും സമരം തുടരാൻ CPM. അയോധ്യ രാമക്ഷേത്രത്തിലെ ക്രമക്കേടിൽ 8 പേർ അറസ്റ്റിൽ. VHP ഉപാധ്യക്ഷനും ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയുമായ ചമ്പത് റായുടെ അനുയായി ടിന്നു യാദവും പിടിയിൽ. ഇന്ന് കൂടുതൽ അറസ്റ്റിന് സാധ്യത. വെനസ്വേലയിലെ ഭൂകമ്പത്തിൽ മരണം 188ആയി. 1000-ലേറെ പേർക്ക് പരിക്ക്, 10,000-ലേറെ പേരെ കാണാതായി. രക്ഷാപ്രവർത്തനം തുടരുന്നു. സഹായ വാഗ്ദാനങ്ങളുമായി ലോകരാഷ്ട്രങ്ങൾ. സംസ്ഥാനത്ത് ഹൗസ് ബോട്ട് ടൂറിസം സ്തംഭനാവസ്ഥയിൽ. മൺസൂൺ ടൂറിസത്തിനെത്തുന്നവരുടെ എണ്ണത്തിൽ വൻ ഇടിവ്. ഹൗസ് ബോട്ടുകൾക്ക് പഞ്ചായത്ത് ലൈസൻസ് നിർബന്ധമാക്കാനുള്ള തീരുമാനം കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്ന് ബോട്ടുടമകൾ. ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനിയെ അട്ടിമറിച്ച ഇക്വഡോർ നോക്കൌട്ടിൽ. ചരിത്രം തിരുത്തി ഐവറി കോസ്റ്റും നോക്കൌട്ടിൽ കടന്നു. ജപ്പാനെ സമനിലയിൽ തളച്ച സ്വീഡൻ. ടുണീഷ്യയെ തോൽപ്പിച്ച നെതർലൻഡ്സും നോക്കൌട്ടിൽ. തിരുവനന്തപുരം നഗരസഭയിലെ LDF BJP സംഘർഷത്തിൽ ഇരുവിഭാഗത്തിനെതിരെയും കേസെടുത്തിരിക്കുകയാണ് മ്യൂസിയം പോലീസ്. CPM കൗൺസിലറുടെ പരാതിയിൽ മേയർക്കും ഡെപ്യൂട്ടി മേയർക്കെതിരെയും അതുപോലെ തന്നെ BJP പരാതിയിൽ CPM കൗൺസിലർമാർക്കും എതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. അതേസമയം കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന BJP കൗൺസിലർ സുഗതന്റെ രാജി ആവശ്യപ്പെട്ടുള്ള LDF സമരം ഇന്നും തുടരും. രജിത് കുമാർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. രജിത്, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ വലിയ പ്രതിഷേധം, ശക്തമായൊരു ഒരു അരക്ഷിതാവസ്ഥയൊക്കെയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. അതേ തുടർന്ന് രണ്ടുപേരും പരാതി നൽകി, ഇരുകൂട്ടരും പരാതി നൽകി. ഇരുകൂട്ടർക്കെതിരെ ഇപ്പോൾ കേസും എടുത്തിരിക്കുകയാണല്ലോ. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ശ്രീജ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസമാണ് ഇന്നലെ നമുക്കറിയാം നഗരസഭയിൽ കോർപ്പറേഷനിൽ ഉണ്ടായിട്ടുള്ള LDF BJP സംഘർഷം അത് വലിയൊരു തലത്തിലേക്ക് തന്നെ നീങ്ങി എന്നതാണ്. ഏറ്റവും പ്രധാനം ഈ സുഗതന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള റിലേ സമരം തുടരുന്നതിനിടയിലാണ് ഇന്നലെ കൗൺസിലർമാർ, LDF കൗൺസിലർമാർ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ തന്നെ മേയറുടെ ഓഫീസ് ഉപരോധിക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ആ സമയത്താണ് ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. ഇരു വിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം അടക്കം അവിടെ കാണുകയും ചെയ്തു. പോലീസ് വളരെ സൈലൻ്റായി തന്നെ ഈ നടപടിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു. പ്രതിഷേധക്കാരെ മാറ്റുന്നതിനടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കാതെ ഇരു വിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായത്. അതിൽ തന്നെ 10 BJP കൗൺസിലർമാർക്കും ഒപ്പം തന്നെ 6 LDF കൗൺസിലർമാർക്കടക്കം പരിക്കേൽക്കുകയും ചെയ്തു. മേയർക്കടക്കം കാലിന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മ്യൂസിയം പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇരു വിഭാഗവും കേസ് നൽകിയിരിക്കുന്നു എന്നതാണ്. BJP കൗൺസിലറായിട്ടുള്ള സുധിയുടെ നേതൃത്വത്തിലാണ് കേസ് നൽകിയത്. സുധിയാണ് ഇപ്പോൾ കേസ് നൽകിയിട്ടുള്ളത്. 10 പ്രതിപക്ഷത്തു നിന്നുള്ള 10 കൗൺസിലർമാർക്കെതിരെയാണ് 10 കൗൺസിലർമാർക്ക് എതിരെയാണ് ഇപ്പോൾ കേസ് നൽകിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതിപക്ഷ നേതാവായിട്ടുള്ള SP ദീപക്, മുൻ മേയർ ശ്രീകുമാർ, വഞ്ചിയൂർ ബാബു അടക്കമുള്ള LDFിൽ നിന്നുള്ള 5 പേർക്കെതിരെ BJP കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കേസിൽ അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് LDF കൗൺസിലർമാരും കേസ് ഫയൽ ചെയ്തിരിക്കുന്നു എന്നതാണ്. 10 മേയറും അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയറും അടക്കം 10 പേർക്കെതിരെയാണ് ഇവർ കേസ് നൽകിയിരിക്കുന്നത്. ഇരു വിഭാഗവും കേസ് നൽകിയത്. ഇരു വിഭാഗത്തിൻ്റെയും കേസ് മ്യൂസിയം പോലീസ് കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 2 പേർക്കെതിരെയുമുള്ള കേസുകളിൽ സമാനമായ കുറ്റകൃത്യങ്ങളാണ് ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദേഹോദരവും ഏൽപ്പിക്കുക,
ചെയ്യുക, തടഞ്ഞു വെക്കുക തുടങ്ങിയ വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടി നമുക്കറിയാം രാവിലെ നടന്ന സംഘർഷത്തെ തുടർന്ന് ഇരുവിഭാഗത്തിൽ നിന്നുമുള്ള ആളുകളെ പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. മെഡിക്കൽ കോളേജിലടക്കമാണ് ഈ കൗൺസിലർമാരെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ നിന്നും രാത്രിയോടുകൂടിയാണ് ഇവർക്കെതിരെയുള്ള കേസുകൾ പരസ്പരം കേസുകൾ നൽകിക്കൊണ്ട് ഇരുവിഭാഗവും ഇക്കാര്യത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വാഴോട്ടുകോണത്തെ മെമ്പറായിട്ടുള്ള സുഗതന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മുതൽ LDF റിലേ സത്യാഗ്രഹം റിലേ സമരം ഈ കൗൺസിലിന്റെ മുന്നിലായി ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. കോർപ്പറേഷന്റെ മുന്നിൽ നടക്കുന്ന ഈ സമരം ഇന്നും തുടരും എന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെയും ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നു, അതിനിടയിലും ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ LDF തയ്യാറാകുന്നില്ല. ഇന്നും ശക്തമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയല്ലേ അവരുടെ ഒരു തീരുമാനം? തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാപ്പ കേസാണ് ഒരു കൗൺസിലർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കാപ്പ കേസ് ചുമത്തിയിരിക്കുന്ന കൗൺസിലർ രാജിവെക്കണമെന്ന ആവശ്യം മുൻനിർത്തി, അല്ലെങ്കിൽ കൗൺസിലിൽ നിന്ന് പുറത്താക്കണം, മേയർ പുറത്താക്കണമെന്ന ആവശ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഇവർ സമരവുമായി രംഗത്തേക്ക് എത്തിയത്. ആദ്യം അവർ വിശദീകരണ യോഗമടക്കം ഈ വാഴോട്ടുകോണത്ത് കൗൺസിലർക്കെതിരെ വിശദീകരണ യോഗമടക്കം LDF നടത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ നടപടികളിലേക്ക് പോകാതെ, എന്നാൽ BJP കൗൺസിലറെ സംരക്ഷിക്കുന്ന നിലപാടാണ് BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ കൗൺസിലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്, മേയറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ സമരവുമായി ഇപ്പോൾ രംഗത്തേക്ക് എത്തിക്കുന്നത്. പ്രത്യക്ഷ സമരവുമായി രംഗത്തേക്ക് റിലേ സമരം തന്നെ ഇതിന്റെ ഭാഗമായി അവർ ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ്. അത് ഇന്നും തുടരും, ശക്തമായി തന്നെ സമരം തുടരും എന്നാണ് LDF വ്യക്തമാക്കുന്നത്. എന്തിനായാലും പരിക്കേറ്റവർ ആശുപത്രികളിൽ തുടരുന്നുണ്ട്. നിസ്സാര പരിക്കുകൾ ഏറ്റവർ തിരികെ വീടുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിലും മേയർ അടക്കമുള്ളവർ ആശുപത്രിയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തിനായാലും ഈ സമരം ശക്തമായി തന്നെ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ നേരത്തെ ഉണ്ടായിട്ടുള്ള പോലെയുള്ള സംഘർഷാവസ്ഥയിലേക്ക് ഒരുപക്ഷെ വീണ്ടും പോകാനുള്ള ഒരു സാധ്യത അടക്കമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ആദ്യം സമരം ആരംഭിച്ച ദിവസങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഇന്നലെ അത് വലിയൊരു സംഘർഷത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മേയറെ തടഞ്ഞു വെക്കുകയും മേയറെ അകത്തേക്ക് കടക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുകയായിരുന്നു LDF ചെയ്തത് എന്നാണ് BJP ആരോപിക്കുന്നത്. അതേസമയം വളരെ ജനാധിപത്യപരമായ രീതിയിലുള്ള സമരമാണ് തങ്ങൾ നടത്തിയത് എന്നും BJP കൗൺസിലർമാരാണ് അക്രമാക്കിയത്, ഈ സമരത്തെ അക്രമാസക്തമാക്കിയത് എന്നുമാണ് LDF ആരോപിക്കുന്നത്. എന്തിനായാലും പരസ്പരം ഇരുവിഭാഗങ്ങളും തമ്മിൽ ആരോപണങ്ങളുമായി രംഗത്തെത്തുമ്പോൾ, കേസുകളുമൊക്കെയായി രംഗത്തേക്ക് എത്തുമ്പോഴും ഈ സമരം, ഈ റിലേ സമരം തുടരാൻ തന്നെയാണ് LDF തീരുമാനിച്ചിട്ടുള്ളത്. അത് ഇന്നും തുടരും. ഒരുപക്ഷെ ഇന്നും സംഘർഷ സാഹചര്യങ്ങളിലേക്കടക്കം നീങ്ങാനുള്ള സാധ്യതയും ഉണ്ടാവും. ശരി ജയത്ത്, തിരുവനന്തപുരം നഗരസഭയിലെ LDF BJP സംഘർഷത്തിൽ ഇരുവിഭാഗത്തിനെതിരെയും കേസെടുത്തിരിക്കുകയാണ്. മ്യൂസിയം പോലീസ് വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു രജിത് കുമാർ. മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയെ 3ാം തവണയും ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് ED. ഇന്നലെ 10 മണിക്കൂറാണ് വീണയെ ചോദ്യം ചെയ്തത്. കരിമണൽ കമ്പനിയുമായി പിണറായി വിജയന് ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത തേടിയിരുന്നു. വിവരങ്ങളുമായി AT അശ്വതി ചേരുകയാണ്. അശ്വതി, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ വീണയെ 3ാമതും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. അതായത് അടുത്ത ഘട്ടത്തിലേക്ക് ED കടന്നിരിക്കുന്നു അല്ലേ? ശ്രീജ, ഗുഡ് മോർണിംഗ്. ഈ ചോദ്യം ചെയ്യൽ അതിന്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. വീണയെ 3ാം തവണ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചുകൊണ്ടുള്ള സമൻസാണ് ഇന്നലെ ED നൽകിയിരിക്കുന്നത്. അടുത്ത ആഴ്ചത്തേക്കാണ് നൽകിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഇത് 3ാം ഘട്ട ചോദ്യം ചെയ്യലാണ് ഇനി നടക്കാൻ പോകുന്നത്. ആദ്യ 2 ഘട്ടങ്ങളിൽ പ്രധാനമായും ഈ CMRലിന് എന്ത് സേവനങ്ങളാണ് നൽകിയിട്ടുള്ളത്, അതുപോലെ തന്നെ CMRൽ നിന്നും അടക്കം കൈപ്പറ്റിയിട്ടുള്ള പണം ഏത് രീതിയിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, അത്തരത്തിലുള്ള വിഷയങ്ങളാണ് പ്രധാനമായും വീണയോട് ചോദിച്ചിരുന്നത്. ഇന്നലത്തെ ചോദ്യം ചെയ്യൽ എന്ന് പറയുന്നത് SFIയുടെ കുറ്റപത്രവും അനുബന്ധ ഡോക്യുമെന്റുകളും ലഭിച്ചതിന് ശേഷമുള്ള ചോദ്യം ചെയ്യലായിരുന്നു ഇന്നലെ നടന്നത്. അതുകൊണ്ട് തന്നെ മാത്രമല്ല CMRലിന്റെ ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെയും എല്ലാം അങ്ങനെ അടക്കം 6 പേരെ നേരത്തെ തന്നെ അവരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരുന്നു. അവരുടെ മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യലായിരുന്നു ഇന്നലെ നടന്നത്. വിശദമായ ഒരു ചോദ്യം ചെയ്യൽ തന്നെയായിരുന്നു. ഇന്നലെ നിലവിലെ പ്രതിപക്ഷ നേതാവ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് ഏതെങ്കിലും തരത്തിൽ കരിമണൽ കമ്പനിയുമായിട്ട് ബന്ധമുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഇന്നലെ ED ചോദിച്ചു എന്നതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിൽ വ്യക്തമായ ഒരു ഉത്തരം നൽകാനായിട്ട്
വീണ ടിക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇനി അടുത്ത ഘട്ട ചോദ്യം ചെയ്യൽ എന്ന് പറയുന്നത് പിണറായി വിജയനിലേക്കും അതുപോലെ തന്നെ ഇതിൽ കോൺഗ്രസ് നേതാക്കളടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട ഉണ്ട്. അവരൊക്കെ തന്നെ ഈ കരിമണൽ കമ്പനിയുമായി ബന്ധം പുലർത്തുന്ന രീതിയിൽ സംശയ നിഴലിൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലേക്കായിരിക്കും ആ വിശദാംശങ്ങളൊക്കെ അറിയുന്ന രീതിയിലേക്കുള്ള ഒരു ചോദ്യം ചെയ്യലായിരിക്കും അടുത്ത ഘട്ടത്തിലുണ്ടാകുക, മൂന്നാം ഘട്ടത്തിലുണ്ടാകുക. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമാണ്, രാഷ്ട്രീയമായിട്ടൊക്കെ വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. എന്തായാലും ഇന്നലെ ഈ പിണറായി വിജയനും CMRL കമ്പനിയുമായിട്ടൊക്കെയുള്ള ബന്ധത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു മറുപടി നൽകാനായിട്ട് വീണയ്ക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ SFIOയുടെ കുറ്റപത്രവും അനുബന്ധ രേഖകളടക്കം ഇപ്പോൾ EDയുടെ കൈവശമുണ്ട്. ഒപ്പം തന്നെ ED റെയ്ഡ് നടത്തി 12 ഇടങ്ങളിൽ റെയ്ഡ് നടത്തി പിടികൂടിയ രേഖകൾ ഒക്കെയുണ്ട്. ആ രേഖകളുടെയും മൊഴികളുടെയും വിശദമായ ചോദ്യം ചെയ്യലുകൾ CMRLുമായി ബന്ധപ്പെട്ട ആളുകളുടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഒക്കെ മുൻനിർത്തിയുള്ള ചോദ്യം ചെയ്യലിന്റെ ആദ്യ ഘട്ടമാണ് ഇന്നലെ നടന്നത്. ഇനി അതിന്റെ രണ്ടാം ഘട്ടം. അങ്ങനെ മൂന്നാമത്തെ തവണയാണ് വീണ ടിയെ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അത് ഏത് തരത്തിലായിരിക്കും രാഷ്ട്രീയ നേതാക്കളിലേക്കൊക്കെ എത്തുക എന്നത് ഒക്കെയായിരിക്കും ഇനി അറിയേണ്ടത്. മാത്രമല്ല ഈ പരിസ്ഥിതി വകുപ്പൊക്കെ കൈകാര്യം ചെയ്തത് പിണറായി വിജയനാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ ഏതെങ്കിലും തരത്തിൽ ഈ കരിമണൽ കമ്പനിയുമായിട്ടൊക്കെ ബന്ധമുണ്ടോ എന്ന തരത്തിലേക്കുള്ള അന്വേഷണവും ചോദ്യം ചെയ്യലുമാണ് ഈ ഘട്ടത്തിൽ ED നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീജ, അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനിലേക്ക് തന്നെ ഉടനെ ED എത്താൻ പോകുന്നു എന്ന് തന്നെയല്ലേ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അശ്വതി, തീർച്ചയായും ഇതിലെ ഇന്നലത്തെ ചോദ്യം ചെയ്യലിൽ നിന്നും നമുക്ക് അതാണ് മനസ്സിലാകുന്നത്. അന്വേഷണം ഇനി വീണയിൽ നിന്ന് വിട്ട്, അതായത് വീണയാണ് ഈ കേസിന്റെ ഒരു പ്രാരംഭ കണ്ണി എന്ന് പറയുന്നത്. വീണ ഒരു തുടക്കം മാത്രമാണ്. അതിൽ നിന്നും മറ്റാളുകളിലേക്ക് ഏത് രീതിയിലാണ് പോകുന്നത് എന്നാണ് ഇനി അറിയേണ്ടത്. അതിൽ തീർച്ചയായിട്ടും പിണറായി വിജയനുമായിട്ടുള്ള ബന്ധം തന്നെയായിരിക്കും ഏറ്റവും അടുത്ത സ്റ്റെപ്പ് എന്ന വണ്ണം ഉണ്ടാവുക. അതുപോലെ തന്നെ നേരത്തെ നിലവിലുള്ള ഭരണപക്ഷത്തെ കോൺഗ്രസ് നേതാക്കളെ അടക്കം സംശയ നിഴലിലാണ് എന്നുള്ള രീതിയിൽ നേരത്തെ തന്നെ വാർത്താക്കുറിപ്പിലൂടെ തന്നെ ED അത് വ്യക്തമാക്കിയിട്ടുമുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ അവരിലേക്കും നീളാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ ഈ മാസപ്പടിയിൽ തുടങ്ങി ഈ കരിമണൽ കമ്പനി CMRLുമായിട്ടുള്ള ബന്ധം അത് ഏതൊക്കെ നേതാക്കൾക്ക് എങ്ങനെയൊക്കെയാണ്, പ്രത്യേകിച്ച് പരിസ്ഥിതി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന കാലഘട്ടത്തിൽ പിണറായി വിജയന് ഈ മാസപ്പടി അല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ ഈ കമ്പനിയുമായി ബന്ധമുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ കമ്പനിക്ക് ഇളവുകൾ നൽകിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ് ഇനി അന്വേഷണം കടക്കുക. അത് നേരത്തെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. അത് ഈ SFIOയുടെ കയ്യിൽ നിന്ന് ലഭ്യമായിട്ടുള്ള ഈ രേഖകളുടെ കൂടി അടിസ്ഥാനത്തിൽ ഉള്ള വിശദമായിട്ടുള്ള അന്വേഷണമാണ് ഇനി നടക്കാൻ പോകുന്നത്. അത് എങ്ങനെയായിരിക്കും, രാഷ്ട്രീയമായിട്ട് പ്രതിരോധിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി അറിയേണ്ടത്. ശ്രീജ. അശ്വതി, എന്തായാലും മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയെ മൂന്നാം തവണയും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് ED. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു AT അശ്വതി. നമ്മൾ വെനസ്വേലയിലേക്ക് പോവുകയാണ്. വെനസ്വേലയുടെ വലിയ ദുഃഖം നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഇരട്ട ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം കൂടുന്നു, 188 ആയിരിക്കുകയാണ്. 1500-ലധികം ആളുകൾക്കാണ് പരിക്കേറ്റത്. രക്ഷാപ്രവർത്തനം എന്തായാലും പുരോഗമിക്കുന്നുണ്ട്. 10,000-ലധികം ആളുകളെയാണ് തകർന്ന കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെത്താനുള്ളത്. ഇന്നലെ വൈകിട്ടാണ് വെനസ്വേലയിലും തലസ്ഥാനമായ കാരക്കസിലും 40 സെക്കൻഡിന്റെ ഇടവേളയിൽ ഇരട്ട ഭൂചലനമുണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ഐശ്വര്യ അറസ്റ്റ് ചേരുകയാണ്. ഐശ്വര്യ, ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ആ ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. സ്വാഭാവികമായും മരണസംഖ്യ അതുകൊണ്ട് തന്നെ കൂടുകയാണ്. പക്ഷേ വെനസ്വേലയുടെ ഒരു ദുഃഖമെന്ന് പറയുന്നത് ആശുപത്രികളടക്കം തകർന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ പരിക്കേറ്റവരെയൊക്കെ ചികിത്സയ്ക്കായി കൊണ്ടുപോകുക എന്ന് പറയുന്നത് ശ്രമകരമായി തീരുകയാണ്. മൊത്തത്തിൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നിലവിലൊരു കണക്ക് പ്രകാരം 188 അല്ല 235 ആയിരിക്കുകയാണ് മരണസംഖ്യ. ഇത് ഔദ്യോഗിക കണക്കാണ്. അതായത് 1500-ലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും 10,000-ലധികം ആളുകളെ കണ്ടെത്താനുമുണ്ട്. വെനസ്വേലയിൽ ഇന്നലെയാണ് ഇരട്ട ഭൂചലനം ഉണ്ടായത്. ആദ്യത്തെ ഭൂചലനം 7.2 തീവ്രത രേഖപ്പെടുത്തിയപ്പോൾ രണ്ടാമത്തെ ഭൂചലനം 7.5 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. ഇന്നലെ വൈകിട്ടുണ്ടായ ഭൂചലനം, അതിനുശേഷം ഈ നിമിഷം വരെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കൂടാതെ രാജ്യത്ത്
പ്രസിഡന്റ് അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് വെനസ്വേലയിലും തലസ്ഥാനമായ കാരക്കാസിലും ഉണ്ടായിരിക്കുന്നത്. കൂടാതെ അന്താരാഷ്ട്ര വിമാനത്താവളം തകർന്നത് കൊണ്ട് തന്നെ എല്ലാ വിമാന സർവീസുകളും റദ്ദാക്കിയിരിക്കുകയാണ്. നിലവിലെ ഒരു സ്ഥിതി അനുസരിച്ച് വെനസ്വേല രാഷ്ട്രീയമായും സാമ്പത്തികമായും തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതിനോടൊപ്പം തന്നെയാണ് ഈ ഒരു ഭൂചലനവും ഉണ്ടായിരിക്കുന്നത്. 125 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു വെനസ്വേലയെ പിടിച്ചു കുലുക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു ഭൂചലനം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ മറികടക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. അമേരിക്കയും വെനസ്വേലയും രണ്ട് തട്ടിൽ നിൽക്കുന്ന രാജ്യങ്ങളായതുകൊണ്ട് തന്നെ പക്ഷേ ഈ ഒരു ഭൂചലനം ഉണ്ടായ സമയത്ത് അതെല്ലാം മറന്നുകൊണ്ട് എല്ലാ സഹായങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് ട്രംപ് രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ $150 മില്യൺ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് ട്രൂത്ത് സോഷ്യൽ മീഡിയയിലൂടെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ ഈ പ്രതിരോധ വകുപ്പിൻ്റെ കീഴിലുള്ള വിമാനങ്ങളൊക്കെ വിട്ടുകൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ മെഡിക്കൽ കൂടാതെ തന്നെ മറ്റ് രക്ഷാപ്രവർത്തനങ്ങൾക്കായാണ് ഈ വിമാനം ഉപയോഗിക്കാൻ സാധിക്കുക. കൂടാതെ മറ്റ് ലോകരാഷ്ട്രങ്ങളും എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് മുന്നിലെത്തിയിട്ടുണ്ട്. അതായത് ഫ്രാൻസ്, കൊളംബിയ, അർജന്റീന, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങൾ എത്തിയിട്ടുണ്ട്. കൂടാതെ UN ആണെങ്കിലും വെനസ്വേലയ്ക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും വെനസ്വേലയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ വെനസ്വേലയും തലസ്ഥാനമായ കാരക്കാസും കൂടാതെ തീരദേശ മേഖലകളൊക്കെയും തകർന്നിരിക്കുകയാണ്. ഏകദേശമുള്ള എല്ലാ കെട്ടിടങ്ങളും തകർന്നിരിക്കുകയാണ്. കൂടാതെ ഏകദേശം പാതി തകർന്ന നിലയിലുള്ള കെട്ടിടങ്ങളും അപകട ഭീഷണി നേരിടുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ബഹുനില കെട്ടിടങ്ങൾ തകർന്നത് കൊണ്ട് തന്നെ ഇതിനകത്ത് നിന്ന് ആളുകളെ കണ്ടെത്തുക, രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. കൂടാതെ എത്ര പേരെയാണ് കണ്ടെത്താനുള്ളത്, എത്ര ജീവനുകളാണ് നഷ്ടമായിട്ടുള്ളത് എന്ന കണക്കുകളൊക്കെയും ഇനിയും പുറത്തു വരാനുണ്ട്. നിലവിലെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 235 ജീവനുകളാണ് നഷ്ടമായിരിക്കുന്നത്. നമുക്കറിയാം ഇന്നലെയാണ് ഈ ഒരു ഭൂചലനം ഉണ്ടാകുന്നത്. ഇന്നലെ എന്ന് പറയുന്നത് വെനസ്വേലയിൽ ദേശീയ അവധിയാണ്. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ആളുകളും അവരവരുടെ വീടുകളിൽ തന്നെ തുടരുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു മരണസംഖ്യ ഉയർന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. കൂടാതെ US ജിയോളജിക്കൽ സർവേ പ്രകാരം 10,000-നും 1,00,000-ത്തിനും ഇടയിൽ ആളുകളുടെ ജീവൻ നഷ്ടമാകാനാണ് സാധ്യത എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കാരണം അത്രയധികം ആളുകളാണ് ഈ കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങി കിടക്കുന്നത്. നമ്മുടെ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാണ് കെട്ടിടങ്ങളൊക്കെയും നിലംപരിശാകുന്നതും. കൂടാതെ ഈ ആളുകൾക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതൊക്കെ നമ്മുടെ ദൃശ്യങ്ങളിലൊക്കെയും വ്യക്തമാണ്. കാരണം ഈ രക്ഷാപ്രവർത്തന വേളയിൽ തന്നെ ആളുകൾ പറയുന്നൊരു കാര്യം ഉണ്ടായിട്ടുണ്ട്. എവിടെയൊക്കെയോ രക്ഷിക്കണേ എന്നുള്ള നിലവിളികളൊക്കെയും കേൾക്കുന്നുണ്ട്. പക്ഷേ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത് ശ്രമകരമായ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും നിലവിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കൂടാതെ മറ്റ് ലോകരാഷ്ട്രങ്ങളുടെ സഹായവും വെനസ്വേലയിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. ഇനി ഈ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തുക. കൂടാതെ ഈ കെട്ടിടങ്ങളൊക്കെയും തകർന്നത് കൊണ്ട് തന്നെ നിരവധി ആളുകളാണ് തെരുവിൽ അഭയം പ്രാപിച്ചിരിക്കുന്നത്. കാരണം അവരുടെ വീട് നഷ്ടമായി, കൂടാതെ ബന്ധുമിത്രാദികളൊക്കെയും നഷ്ടമായി, എല്ലാം നഷ്ടപ്പെട്ട് ജനങ്ങൾ തെരുവിൽ ഇറങ്ങി നിൽക്കുന്നൊരവസ്ഥയാണ്. കൂടാതെ വൈദ്യുതി, ഇന്ധന, ഗ്യാസ് വിതരണമൊക്കെയും റദ്ദാക്കിയിരിക്കുകയാണ്. കാരണം എല്ലാം തകർന്നിരിക്കുന്ന ഒരവസ്ഥയിൽ ഇത്തരം ഒരു കാര്യങ്ങളിലേക്കും കൂടി ഈ ഒരു വിതരണം പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ മറ്റൊരു രീതിയിൽ അപകടം ഉണ്ടാകുമെന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് ഈ ഒരു വിതരണവും നിലച്ചിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ജനങ്ങളുടെ ഒരു ജീവിതം ഇപ്പോൾ സ്തംഭിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ് വെനസ്വേലയിലുള്ളത്. ശ്രീജ, തീർച്ചയായും ഐശ്വര്യ സൂചിപ്പിച്ചതുപോലെ വെനസ്വേലയിലെ ഇരട്ട ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ഈ വാർത്ത ഇപ്പോൾ തുടങ്ങിയപ്പോൾ തന്നെ 188 എന്നാണ് മരണസംഖ്യ പറഞ്ഞത്. പക്ഷേ ഐശ്വര്യ വന്നപ്പോൾ അത് തിരുത്തുകയാണ് ഉണ്ടായത്. 235 ആയിരിക്കുന്നു. മരണസംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്നു. കാരണം അത്രത്തോളം തീവ്രമായൊരു ഭൂചലനം വെനസ്വേലയെ ആകെ പിടിച്ചുലച്ചിരിക്കുകയാണ്. നമ്മൾ അടുത്ത വാർത്തയിലേക്ക് പോവുകയാണ്. ഹോർമുസിലെ നാവികരെ പുറത്തെത്തിക്കുന്ന ദൗത്യം നിർത്തിയെന്ന അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ. ഒമാൻ തീരത്ത് കപ്പൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് തീരുമാനം. ഇതിനിടെ ഇറാൻ നിശ്ചയിച്ച റൂട്ടിലൂടെ കപ്പലുകൾ പോകണമെന്നും മറിച്ചായാൽ സുരക്ഷാ ഗ്യാരണ്ടി ഉണ്ടാകില്ല എന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഉത്തരവാദിത്തം കപ്പലുടമകൾക്കും കമ്പനികൾക്കും കപ്പൽ കമാൻഡർമാർക്കുമായിരിക്കുമെന്നും ഇറാൻ അറിയിച്ചു. ഒമാൻ തീരത്താണ് കാർഗോ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായത്. ഒമാൻ തുറന്ന സുരക്ഷിത നാവികപാതയ്ക്കെതിരെയായിരുന്നു ആക്രമണം ഉണ്ടായത്. അയോധ്യ രാമക്ഷേത്ര സംഭാവന തിരിമറിയിൽ 8 പേർ അറസ്റ്റിലായിരിക്കുകയാണ്. UP പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. VHP ഉപാധ്യക്ഷനും ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയുമായ ചമ്പത് റായിയുടെ അനുയായി ടിന്നു യാദവും അറസ്റ്റിലായവരിലുണ്ട്. ടിന്നു യാദവിന്റെ കയ്യിൽ നിന്നും ഭണ്ഡാര താക്കോലുകൾ കണ്ടെടുത്തു എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇന്ന് കൂടുതൽ അറസ്റ്റിന് സാധ്യതയുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. കൂടുതൽ തെളിവുകൾ ലഭിക്കുന്നതിനനുസരിച്ച് അന്വേഷണ സംഘം തുടർ നടപടികൾ സ്വീകരിക്കും. സർക്കാരിന്റെ പുതിയ മദ്യനയത്തിൽ തീരുമാനം UDFന്റേതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറയുമ്പോഴും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിരുദ്ധ അഭിപ്രായങ്ങൾ ഉയരുന്നത് സർക്കാരിനെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്.
ഇക്കാര്യത്തിൽ മദ്യവിരുദ്ധ സംഘടനകളും വിവിധ കക്ഷി നേതാക്കളുമായും ചർച്ച നടത്തിയ ശേഷമായിരിക്കും സർക്കാർ പുതിയ അബ്കാരി നയം പുറത്തുവിടുക. വിവരങ്ങളുമായി രജിത് കുമാർ ഒരിക്കൽ കൂടി ചേരുകയാണ്. രജിത്ത്, എന്തായാലും UDF സർക്കാരിനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഈ മദ്യനയം എന്ന് പറയുന്നത്. നമുക്കറിയാം പലയിടങ്ങളിൽ നിന്ന് പ്രതിഷേധം വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ M. ലിജു കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, എല്ലായിടത്തു നിന്നുമുള്ള അഭിപ്രായങ്ങൾ കേട്ട ശേഷമായിരിക്കും ഇനി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക എന്ന്. അത് തന്നെ ആയിരിക്കും അല്ലേ? തീർച്ചയായും ശ്രീജ, ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളാണ് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ സർക്കാരിൻ്റെ പുതിയ ബജറ്റിൽ സർക്കാർ ഇക്കാര്യത്തിൽ ഒരു പ്രധാന തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. നികുതി രണ്ടാക്കിയാണ് നികുതിയുടെ കാര്യത്തിൽ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കാര്യത്തിൽ തന്നെ സർക്കാർ തീരുമാനത്തിലേക്ക്, അത് കുറച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അതിനെതിരെ പ്രതിഷേധം ശക്തമായി തന്നെ ഉണ്ടായത്. മറ്റ് കക്ഷികളും മദ്യവിരുദ്ധ സംഘടന അടക്കം ഇതുമായി ബന്ധപ്പെട്ട് രംഗത്തേക്ക് എത്തുകയും ചെയ്തു. അതിൽ തന്നെ ഏറ്റവും പ്രധാനം UDF-നുള്ളിൽ തന്നെ ഘടകകക്ഷികളായ മുസ്ലിം ലീഗ് ഇതിനെതിരെ രംഗത്തേക്ക് എത്തി എന്നത് തന്നെയാണ്. മുസ്ലിം ലീഗ് വ്യക്തമാക്കിയത് വീര്യം കൂടിയതാണെങ്കിലും മദ്യമാണ്, അത് നേരത്തെ തന്നെയുള്ള പാർട്ടിയുടെ നയങ്ങൾക്ക് അല്ലെങ്കിൽ മുന്നണിയുടെ നയങ്ങൾക്ക് വ്യതിയാനം വരുന്നതാണ് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേ സമയത്ത് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, പാർട്ടിക്കുള്ളിൽ നിന്ന് സുധീരനടക്കം ഇതിന് രംഗത്തേക്ക് എത്തുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം അദ്ദേഹം മുഖ്യമന്ത്രിക്കടക്കം ഇക്കാര്യത്തിൽ കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. ധനകാര്യ ബില്ലിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം കത്ത് നൽകിയിരിക്കുന്നത്. അത് ഉൾപ്പെടുത്തരുത്, അതായത് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം അതിൽ ഉൾപ്പെടുത്തരുത് എന്നാണ് അദ്ദേഹം കത്തിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ധനകാര്യ ബില്ലടക്കം ഇക്കാര്യം ചെയ്യും. എന്നാൽ ഇക്കാര്യത്തിൽ അല്ലെങ്കിൽ വീര്യം കുറഞ്ഞ മദ്യം സംസ്ഥാനത്ത് ചെയ്യുന്നതും UDF-ൽ തീരുമാനം എടുത്തതിന് ശേഷമായിരിക്കും അത് പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കുക എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ബജറ്റിൽ ഇക്കാര്യം ഉൾപ്പെടുത്തി പ്രസംഗിച്ചു എങ്കിൽ തന്നെയും സഭയിലടക്കം അദ്ദേഹം ഇക്കാര്യത്തിൽ യൂട്ടേൺ അടിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് UDF-ന്റെ തീരുമാനത്തിന് അനുസൃതമായിട്ടായിരിക്കും തീരുമാനങ്ങളിലേക്ക് പോകുക എന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേ സമയത്ത് തന്നെയാണ് VM സുധീരനടക്കം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയോട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം കത്തടക്കം നൽകുകയും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം, അതായത് UDF-ൽ തീരുമാനം ഉണ്ടാകുന്നതിന് മുമ്പ് എന്ന തരത്തിൽ അദ്ദേഹം കത്തടക്കം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ UDF-ൽ തന്നെ മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർക്കിടയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകളിലേക്ക് പോകുമ്പോൾ ഇത് ഒന്നിച്ചുള്ള ഒരു തീരുമാനമാണ് എന്ന് പറയുമ്പോഴും മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഇക്കാര്യത്തിൽ ആശയ വ്യത്യാസമുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും രജിത്ത്, ഈ പറഞ്ഞതുപോലെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ കൂടുന്ന ഒരു സാഹചര്യത്തിൽ മദ്യത്തിന്റെ കാര്യത്തിൽ വീര്യമേറിയ ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നമ്മൾ മഴയിലേക്കാണ് പോകുന്നത്. കാരണം കഴിഞ്ഞ ദിവസത്തെ വെയിലൊക്കെ കണ്ടപ്പോൾ പലരും വിചാരിച്ചു മഴ അങ്ങ് തീർന്നു എന്ന്. പക്ഷേ അങ്ങനെയല്ല, കേരളത്തിൽ വീണ്ടും കാലവർഷം സജീവമാകുമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് വരുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. CPM പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. കേരളം അടക്കം സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങൾ അടുത്ത കേന്ദ്ര കമ്മിറ്റി വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. അതിനു മുന്നോടിയായി കേന്ദ്ര കമ്മിറ്റിയിൽ വയ്ക്കേണ്ട റിപ്പോർട്ടിന്റെ രൂപരേഖ തയ്യാറാക്കാനാണ് യോഗം ചേരുന്നത്. കേരളത്തിലെ തോൽവിയുടെ ഉത്തരവാദിത്തം കൂട്ടായ നേതൃത്വത്തിനാണെന്നാണ് സംസ്ഥാന ഘടകത്തിന്റെ വിലയിരുത്തൽ. എന്നാൽ ചില PB അംഗങ്ങൾ ഇതിൽ വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുന്നതിനെതിരെയും PBയിൽ എതിർപ്പുകൾ ഉയർന്നിരുന്നു. കുമരകത്ത് മൺസൂൺ ടൂറിസത്തിന് എത്തുന്നവരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിരിക്കുകയാണ്. ഇതോടെ ഹൗസ് ബോട്ട് ടൂറിസം സ്തംഭനാവസ്ഥയിലായിരിക്കുന്നു. എന്തായാലും ഇതിനിടെ ഈ ഹൗസ് ബോട്ടുകൾക്ക് പഞ്ചായത്ത് ലൈസൻസ് നിർബന്ധമാക്കാനുള്ള ഒരു തീരുമാനം വന്നിട്ടുണ്ട്. ആ ഒരു തീരുമാനം ഈ മേഖലയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും എന്നുള്ളതാണ് ഇപ്പോൾ ബോട്ടുടമകൾ പറയുന്നത്. ഡിസംബർ ജനുവരി മാസങ്ങളിലും മൺസൂൺ സീസണിലുമാണ് കുമരകത്തേക്ക് മുമ്പ് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തിയിരുന്നത്. G20 ഷെർപ്പ മീറ്റ് പോലുള്ള പരിപാടികൾക്ക് കുമരകം വേദിയായെങ്കിലും ടൂറിസം രംഗത്ത് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. ഹൗസ് ബോട്ടുകളിലും ശിക്കാരവള്ളങ്ങളിലുമൊക്കെ വേമ്പനാട്ടുകായലിലൂടെയും ഉൾനാടൻ ജലാശയങ്ങളിലൂടെയുമുള്ള യാത്രയാണ് കുമരകത്തെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന്. എന്നാൽ സഞ്ചാരികളുടെ വരവ് കുറഞ്ഞതോടെ ഹൗസ് ബോട്ട് മേഖല വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഇങ്ങോട്ട് സഞ്ചാരികളുടെ വരവ് കുറവാണ്.
അപ്പോൾ ഹൗസ് ബോട്ടെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ ആദ്യമേ അവരുടെ മനസ്സിലേക്ക് വരുന്നത് ആലപ്പുഴയാണ് വരുന്നത്. കുമരകമൊന്നും അവർക്ക് വരാറില്ല. പക്ഷേ ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ കുമരകമായിരുന്നു ഇൻ്റർനാഷണൽ ലെവലിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു ടൂറിസം സ്പോട്ട് എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് അതൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. കുമരകം എന്ന് പറയുമ്പോൾ തന്നെ വരുന്ന സഞ്ചാരികൾക്ക് ഞങ്ങൾ അങ്ങോട്ടില്ല, ഞങ്ങൾക്ക് ആലപ്പുഴ മതിയെന്നൊക്കെയാണ് പറയുന്നത്. പോർട്ട് ലൈസൻസ്, മലിനീകരണ നിയന്ത്രണ ബോർഡ് സർട്ടിഫിക്കറ്റ്, ഫയർ ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ് തുടങ്ങി വിവിധ ഇനങ്ങളിലായി വർഷം തോറും വലിയ മുതൽ മുടക്കാണ് ഈ മേഖലയിൽ വേണ്ടിവരുന്നത്. ഇത്തരം പ്രതിസന്ധികൾക്കിടയിലാണ് പഞ്ചായത്ത് ലൈസൻസ് എന്നൊരു അധിക ഭാരം. പൊല്യൂഷൻ്റെ ഒക്കെ എമൗണ്ട് എന്ന് പറയുന്നത് ഗവൺമെൻറ് ബോട്ടിനൊരു വില നിശ്ചയിച്ചിട്ട് അതിന് ഇത്ര % അടയ്ക്കുന്നത്. അത് ഏകദേശം ഒരു ബോട്ടിന് അത് 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഒരു വർഷം അതിന് തന്നെ വരും. പിന്നെ ഇത് കൂടാതെ സീവേജ്, എല്ലാ മാസവും സീവേജ് എടുക്കുന്നതിന് 1000 രൂപ വെച്ച് DTPCയിൽ അടയ്ക്കണം. അത് എടുത്താലും ഇല്ലല്ലോ നമ്മൾ ചെയ്യണം. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള ഫീസുകൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇൻഷുറൻസ്, വലിയൊരു ഇൻഷുറൻസ് ഭയങ്കര എമൗണ്ടാണ് വരുന്നത്. അതുകൂടാതെയാണ് ഇപ്പോൾ പഞ്ചായത്ത് അവിടെ രജിസ്ട്രേഷൻ എടുക്കണമെന്ന് പറയുന്നത്. 2025 ഓഗസ്റ്റിലെ പഞ്ചായത്ത് ലൈസൻസ് സംബന്ധിച്ച സർക്കാർ ഉത്തരവ് പ്രകാരമാണ് പുതിയ ലൈസൻസിംഗ് സമ്പ്രദായം കൂടി ഹൗസ് ബോട്ടുകൾക്ക് നിലവിൽ വരുന്നത്. ഹൗസ് ബോട്ടുകളുടെ തരം അനുസരിച്ച് 1000 മുതൽ 2000 രൂപ വരെയാണ് ഫീസ് ഈടാക്കുന്നതെങ്കിലും ഹൗസ് ബോട്ടിംഗ് മേഖലയ്ക്കായി പഞ്ചായത്തുകളുടെ ഭാഗത്തു നിന്നും ഒരു സേവനവും ലഭ്യമാകുന്നില്ലെന്ന് ബോട്ടുടമകൾ ചൂണ്ടിക്കാട്ടുന്നു. ബോട്ടുകൾ സർവീസ് നടത്തുന്ന ജലാശയങ്ങളുടെ ആഴം കൂട്ടുന്നതിനോ പോളയും മരക്കുറ്റികളും അടക്കം ജലപാതകളിലെ തടസ്സങ്ങൾ നീക്കുന്നതിനോ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു സേവനവും ലഭിക്കാറില്ല. ഇവിടെ ഈ കായലിൻ്റെ നമ്മൾ ഇറങ്ങുന്ന ആ പ്രദേശം മൊത്തം പൊങ്ങിക്കിടക്കുകയാണ്. പിന്നെ ഇവിടെ തന്നെ ഈ കായലിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് പഴയ കുറ്റികൾ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. ഇതൊന്നും പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ അതുപോലെ തന്നെ പഞ്ചായത്തുകളുടെ ഭാഗത്തു നിന്നോ ഒരു നടപടികളും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ലൈസൻസ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള നോട്ടീസ് ഇനിയും ബോട്ടുടമകൾക്ക് ലഭിച്ചിട്ടില്ല. പഞ്ചായത്ത് ഏർപ്പെടുത്തുന്ന ലൈസൻസ് ഫീസ് വലിയ തുകയല്ലെങ്കിൽ അടയ്ക്കുന്നതിന് എതിരല്ലെന്നും എന്നാൽ ടൂറിസം മേഖലയ്ക്ക് ഗുണകരമാകുന്ന പദ്ധതികൾ നടപ്പാക്കാൻ പഞ്ചായത്തുകൾ തയ്യാറാകണമെന്നും ബോട്ടുടമകൾ ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, കോട്ടയം. കേരള ടൂറിസത്തിലെ പ്രധാന മുഖമാണ് ഈ ഹൗസ് ബോട്ടുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ അനുഭവിക്കുന്ന ഒരു സ്തംഭനാവസ്ഥ, അതിൽ നിന്ന് കരകയറാൻ സർക്കാർ എത്രയും പെട്ടെന്ന് ഇടപെടണം എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ചൂണ്ടിക്കാട്ടാനുള്ളത്. നമ്മളിനി നേരെ പോകുന്നത് കർഷകരുടെ ഒരു പ്രതിസന്ധിയിലേക്കാണ്. കുട്ടനാട്ടിൽ 2ാം കൃഷി ഇറക്കുന്ന കർഷകർ പ്രതിസന്ധിയിലാണ്. വിത്തുക്ഷാമം ഒരു പരിധിവരെ പരിഹരിക്കപ്പെട്ടെങ്കിലും കക്ക, ഡോളമേറ്റ് എന്നിവയുടെ ക്ഷാമവും ബണ്ട് നിർമ്മാണത്തിനുള്ള സാമ്പത്തിക സഹായമില്ലായ്മയുമാണ് കർഷകരെ വലയ്ക്കുന്നത്. നെടുമുടി, ചമ്പക്കുളം, കൈനകരി, പുന്നപ്ര, അമ്പലപ്പുഴ, പഴവീട് തുടങ്ങിയിടങ്ങളിലായി കുട്ടനാട്ടിൽ 150ഓളം പാടശേഖരങ്ങളിലാണ് 2ാം കൃഷി നടക്കുന്നത്. കക്കയും ഡോളോമൈറ്റും കിട്ടാനില്ല എന്നതാണ് പ്രധാന പ്രതിസന്ധി. കുട്ടനാട്ടിൽ മണ്ണിലെ പുളിരസം നിയന്ത്രിക്കുന്നതിനായി കക്കയും ഡോളോമൈറ്റും അത്യാവശ്യമാണ്. എന്നാൽ കൃഷി ഓഫീസുകളിൽ ഇതിനുള്ള പെർമിറ്റ് അനുവദിച്ചിട്ടില്ല. ഏക്കറിന് 10 പാക്കറ്റ് കക്ക 400 രൂപ നിരക്കിൽ ലഭിക്കും. തുടർന്നുള്ളവയ്ക്ക് 75% സബ്സിഡി നിരക്കിൽ ലഭിക്കേണ്ടതുണ്ട്. നിലവിൽ കൃഷി ഓഫീസുകളിൽ നിന്ന് ഇതിനുള്ള അനുമതി നൽകാത്തതാണ് കർഷകരെ ആശങ്കയിലാക്കുന്നത്. വെള്ളപ്പൊക്ക ഭീഷണിയുള്ള കുട്ടനാട്ടിൽ പാടശേഖരങ്ങളിൽ ബണ്ട് സംരക്ഷിക്കുന്നത് പ്രധാന വെല്ലുവിളിയാണ്. എന്നാൽ 2001 ശേഷം ബണ്ട് നിർമ്മാണത്തിനോ പാടശേഖരങ്ങളുടെ ബണ്ട് സംരക്ഷണത്തിനോ സാമ്പത്തിക സഹായം സർക്കാർ അനുവദിച്ചിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ ബണ്ട് സംരക്ഷണത്തിനുള്ള തുക സർക്കാർ അടിയന്തരമായി അനുവദിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. അമൃത ന്യൂസ്, ആലപ്പുഴ. VD സർക്കാർ ബജറ്റ് അവതരിപ്പിച്ചതിന് പിന്നാലെ വിവിധ ജില്ലകളിൽ നിന്ന് അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ നിന്നൊക്കെ പ്രതികരണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ഈ ബജറ്റ് പുതുക്കിയപ്പോൾ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് വിഹിതത്തിലുണ്ടായത് 9.5 കോടിയുടെ കുറവ് എന്നുള്ള റിപ്പോർട്ടുകൾ വരികയാണ്. ഇത് കാരണം നേരത്തെ പ്രഖ്യാപിച്ച പല വികസന പദ്ധതികളും ഒഴിവാക്കേണ്ട ഒരു സാഹചര്യമാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിനുള്ളത്. സ്പിൽ ഓവർ ഉൾപ്പെടെ 25 കോടിയോളം രൂപയുടെ കുറവുണ്ടായതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു. UDF സർക്കാർ ബജറ്റ് പുതുക്കിയപ്പോൾ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന് ലഭിച്ച ഫണ്ട് വിഹിതത്തിലുണ്ടായത് വൻ കുറവ്. പൊതുവികസന ഫണ്ട്, അൺടൈഡ് ഫണ്ട് എന്നിവയിൽ ഉൾപ്പെടെ ഉണ്ടായ വൻ കുറവ് കാരണം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ജില്ലാ പഞ്ചായത്തിന് കീഴിലെ 940 കിലോമീറ്റർ വരുന്ന റോഡുകളുടെ ടാറിംഗ്, അറ്റകുറ്റപ്പണികൾ, ജില്ലാ പഞ്ചായത്തിന് കീഴിലെ വിദ്യാലയങ്ങൾ, ഗവൺമെന്റ് ആശുപത്രികൾ എന്നിവയുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തൽ എന്നിവയെ ഇത് സാരമായി ബാധിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം പറഞ്ഞു. കാർഷിക
മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പദ്ധതികൾ കുറവ് ചെയ്യേണ്ടി വരും. 940 കിലോമീറ്റർ റോഡ് മെയിൻ്റെനൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് വലിയ നിലയിലേക്കുള്ള കുറവ് ചെയ്യേണ്ടി വരും. SC/ST മേഖലയിലെ ഫണ്ട് എക്സ്പെൻഡിച്ചർ ആകാതെ വരുന്ന സമയത്ത് പൊതു ഫണ്ട് കോമ്പൻസേറ്റ് ചെയ്തിട്ട് ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ട സാഹചര്യം കൂടി വരും. അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ നമുക്ക് പൊതുവിഭാഗത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന പല ഫണ്ടുകളും നമുക്ക് ഈ വർഷം കുറവ് ചെയ്യേണ്ട സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ബജറ്റ് പുതുക്കിയപ്പോൾ പൊതുവികസന ഫണ്ടിൽ 1,29,30,000 രൂപയുടെ കുറവുണ്ടായി. പട്ടികജാതി വികസന ഫണ്ടിൽ നേരത്തെ വകയിരുത്തിയിരുന്നത് 6,70,8,00,000 രൂപ. ഇപ്പോൾ പുതുക്കി വകയിരുത്തിയ തുക 5,69,57,000 രൂപ. പട്ടികവർഗ വികസന ഫണ്ടിൽ വകയിരുത്തിയ തുകയിൽ 86,90,000 രൂപയുടെ കുറവുണ്ടായി. ധനകാര്യ കമ്മീഷൻ ടൈഡ് ഫണ്ടിൽ നേരത്തെ വകയിരുത്തിയ തുകയിൽ നിന്ന് 3,99,05,000 രൂപയുടെ കുറവ് വന്നു. ധനകാര്യ കമ്മീഷൻ അൺടൈഡ് ഫണ്ടിൽ നേരത്തെ നിശ്ചയിച്ചതിൽ നിന്ന് 2,17,40,000 രൂപയുടെ വ്യത്യാസമുണ്ടായി. കാസർഗോഡ് ജില്ലയിൽ ജില്ലാ പഞ്ചായത്ത് മാത്രം നിർവഹിക്കുന്ന വികസന പദ്ധതിക്കകത്ത് ഒരു 25-30 കോടിക്കും ഇടയിലുള്ള കുറവ് നമുക്ക് സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇത് കാസർഗോഡ് ജില്ലയിലെ ജില്ലാ പഞ്ചായത്തിനെ ഈ നിലയിൽ ബാധിക്കുമ്പോൾ ഇത് എല്ലാ മുനിസിപ്പാലിറ്റികളും ഇത് ബാധിക്കുന്നുണ്ട്, എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ബാധിക്കുന്നുണ്ട്, കേരളത്തിലാകെ ഇത് ബാധിക്കും. പുതുക്കിയ ബജറ്റ് വിഹിതത്തിൽ വന്ന 9.5 കോടി കൂടാതെ സ്പിൽ ഓവർ ഉൾപ്പെടെ 25 കോടിയോളം രൂപയുടെ കുറവാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ ഉണ്ടായത്. UDF സർക്കാരിന്റെ പുതുക്കിയ ബജറ്റ് തിരിച്ചടിയായ സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷമുള്ള പദ്ധതിക്കായി 15% ഈ വർഷത്തെ പദ്ധതിയിൽ നിന്ന് നീക്കിവെക്കേണ്ട സാഹചര്യവും കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിനുണ്ട്. അമൃത ന്യൂസ്, കാസർഗോഡ്. ലോകകപ്പ് ഫുട്ബോളിൽ കരുത്തരായ ജർമ്മനിയെ വിറപ്പിച്ചിരിക്കുകയാണ് ഇക്വഡോർ. വിറപ്പിച്ചു എന്ന് മാത്രമല്ല, അവരെ തോൽപ്പിച്ച് ഇക്വഡോർ നോക്കൌട്ടിലും എത്തിയിരിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ 2 മത്സരങ്ങളിൽ ജർമ്മനി ജയിച്ചതുകൊണ്ട് തന്നെ അവർ നോക്കൌട്ടിൽ ഓൾറെഡി എത്തിയിട്ടുണ്ട്. 1-2 ഗോളുകൾക്കാണ് ഇക്വഡോർ ജർമ്മനിയെ പരാജയപ്പെടുത്തിയത്. 77-ാം മിനിറ്റിൽ ഗോൺസാലോ പ്ലാറ്റ നേടിയ ഗോളാണ് ഇക്വഡോറിന് നിർണായക വിജയവും നോക്കൌട്ട് പ്രതീക്ഷയും സമ്മാനിച്ചത്. 2013 ശേഷം ഒരു യൂറോപ്യൻ ടീമിനെതിരെ ഇക്വഡോർ നേടുന്ന ആദ്യ വിജയമാണിത്. ഗ്രൂപ്പ് ഇ പോരാട്ടത്തിൽ ഖുരസാവോയെ തകർത്ത് ഐവറി കോസ്റ്റും നോക്കൌട്ടിലെത്തിയിരിക്കുകയാണ്. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഐവറി കോസ്റ്റിന്റെ ജയം. ഐവറി കോസ്റ്റിന് വേണ്ടി നിക്കോളാസ് പെപ്പയാണ് 2 ഗോളുകളും നേടിയത്. ഫിഫ ലോകകപ്പിന്റെ നോക്കൌട്ടിൽ ബ്രസീലിന്റെ എതിരാളികൾ ജപ്പാനാണ്. ഗ്രൂപ്പ് എഫിൽ ജപ്പാൻ 2ാം സ്ഥാനത്തായതോടെയാണ് ബ്രസീലിന്റെ എതിരാളികളായത്. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ ജപ്പാൻ സ്വീഡനുമായി സമനിലയിൽ പിരിയുകയായിരുന്നു. ഇരു ടീമുകളും ഓരോ ഗോൾ വീതമാണ് നേടിയത്. ജപ്പാനൊപ്പം സ്വീഡനും നോക്കൌട്ട് റൗണ്ടിലെത്തി. ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ നെതർലൻഡ്സ് 1-3 ഗോളുകൾക്ക് ട്യൂണീഷ്യയെ തോൽപ്പിച്ചു. നെതർലൻഡ്സ് ആണ് ഗ്രൂപ്പ് ചാമ്പ്യന്മാർ. അവർ അടുത്ത റൗണ്ടിൽ ഗ്രൂപ്പ് സി 2ാം സ്ഥാനക്കാരായ മൊറോക്കോയെ നേരിടും. ഇന്ത്യ അയർലൻഡ് ആദ്യ T20 ക്രിക്കറ്റ് മത്സരത്തിനായി ഇന്ന് അയർലൻഡിന്റെ തലസ്ഥാനമായ ബെൽഫാസ്റ്റിൽ നടക്കും. വൈഭവ് സൂര്യവംശി സീനിയർ ടീമിൽ അരങ്ങേറ്റം കുറിക്കും. ഇടംകയ്യൻ ബാറ്റർ സൂര്യവംശി ഓപ്പണർ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഇന്ത്യൻ ഇന്നിംഗ്സിൽ ഓപ്പൺ ചെയ്തേക്കും. ശ്രേയസ് അയ്യറാണ് ക്യാപ്റ്റൻ. വിക്കറ്റ് കീപ്പറായി 3ാം നമ്പറിൽ സഞ്ജു സാംസൺ ഇറങ്ങുമെന്ന പ്രതീക്ഷയിലാണ് മലയാളികൾ. ജീവനക്കാർക്കായി അമൃത ടെലിവിഷൻ ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കൊച്ചിയിലെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടത്തിയത്. പുരുഷ വിഭാഗം സിംഗിൾസിൽ രൂപേഷും വനിതാ വിഭാഗം സിംഗിൾസിൽ ഹേമപ്രിയയും വിജയികളായി. കൊച്ചിയിലെ വിജയികൾ തിരുവനന്തപുരത്തെ ടൂർണമെന്റിൽ ജയിക്കുന്നവരുമായി ഏറ്റുമുട്ടണം. രണ്ട് മേഖലകളായി തിരിച്ചാണ് അമൃത ടെലിവിഷൻ ജീവനക്കാർക്കായി ബാഡ്മിന്റൺ ടൂർണമെന്റ് നടത്തുന്നത്. കൊച്ചിയിലെ ടൂർണമെന്റിൽ 60-ലധികം ജീവനക്കാർ പങ്കെടുത്തു. റീജിയണൽ സ്പോർട്സ് സെന്റർ സെക്രട്ടറിയും മുൻ IRS ഉദ്യോഗസ്ഥനുമായ നവാസ് വിശിഷ്ട അതിഥിയായി. അമൃത ടിവിയുടെ സ്നേഹ ഉപഹാരവും അദ്ദേഹത്തിന് സമ്മാനിച്ചു. സേവിയർ നായരമ്പലത്തിന്റെ നേതൃത്വത്തിലുള്ള റഫറിമാരാണ് മത്സരങ്ങൾ നിയന്ത്രിച്ചത്. പുരുഷ വനിതാ വിഭാഗങ്ങളിൽ സിംഗിൾസ് മത്സരവും ഡബിൾസ് മത്സരവും മിക്സഡ് ഡബിൾസ് മത്സരങ്ങളും അരങ്ങേറി. ജോലി തിരക്കുകൾക്കിടയിലും ജീവനക്കാരുടെ കലാകായിക അഭിരുചികളെ വളർത്തിയെടുക്കുകയാണ് അമൃത ടെലിവിഷൻ. ബാഡ്മിൻ്റൺ മാത്രമല്ല, സ്പോർട്സിൽ ക്രിക്കറ്റും ഫുട്ബോളും എല്ലാം നമ്മുടെ ഫുൾ സ്റ്റാഫിന് ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. നമുക്ക് ഈ മാച്ചിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിഹേഴ്സൽസും നമ്മുടെ വർക്കിനോടൊപ്പം അതും നമ്മുടെ ടീം കൊണ്ടുപോകാറുണ്ട്. ഇന്നത്തെ കാലത്ത് നമ്മൾ വളരെ സ്ട്രെസ്ഡ് ആയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അമൃത ടി വി മാനേജ്മെൻറ്റ് അവർ നമ്മളുടെ സ്റ്റാഫിന് വേണ്ടിയിട്ട് ഒരുക്കുന്ന ഒരു പരിപാടിയാണിത്. വളരെ ആവേശകരമായ ഒരു ടൂർണമെൻ്റ് ആയിരുന്നു.
സ്റ്റാഫുകളുടെ ഭാഗത്തുനിന്നും വളരെ നല്ല ഒരു സഹകരണമാണ് ഈ തവണയുണ്ടായത്. പുരുഷ വിഭാഗം സിംഗിൾസിൽ രൂപേഷ് കുമാർ RS വിജയിച്ചു. അനുജ് രാമചന്ദ്രൻ 2ാം സ്ഥാനത്തെത്തി. വനിതാ വിഭാഗത്തിൽ ഹേമപ്രിയ ജേതാവായി. ശില്പയ്ക്കാണ് 2ാം സ്ഥാനം. പുരുഷ വിഭാഗം ഡബിൾസിൽ രൂപേഷ് ഷാലു സഖ്യം ജേതാക്കളായി. ബിജു പപ്പൻ അനൂജ് സഖ്യത്തെയാണ് തോൽപ്പിച്ചത്. മിക്സഡ് ഡബിൾസിൽ ഹേമപ്രിയ രൂപേഷ് സഖ്യമാണ് 1ാമതെത്തിയത്. നീനു ശരൺ കൂട്ടുകെട്ടിനെയാണ് ഇരുവരും പരാജയപ്പെടുത്തിയത്. വനിതാ വിഭാഗം ഡബിൾസിൽ നന്ദന അഖില സഖ്യം ജേതാക്കളായി. നീനു ശില്പ സഖ്യമാണ് 2ാം സ്ഥാനത്തെത്തിയത്. വിജയികൾ തിരുവനന്തപുരത്ത് നടക്കുന്ന 2ാം ഘട്ട മത്സരത്തിൽ ജയിക്കുന്നവരുമായി ഏറ്റുമുട്ടണം. അടുത്ത മാസം 25-നാണ് ചാമ്പ്യൻസ് ക്ലാഷ് എന്ന് പേരിട്ടിരിക്കുന്ന പോരാട്ടം നടക്കുക. അമൃത TV ക്രിയേറ്റീവ് ഹെഡ് സിന്ധു മോഹൻ, HR ജനറൽ മാനേജർ R രാധിക, ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഹെഡ് അജയൻ K നായർ, KS ഗിരീഷ് എന്നിവരായിരുന്നു മത്സരങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അമൃത ന്യൂസ്, കൊച്ചി. കൊച്ചിയിൽ നടന്ന കൗതുകകരമായ മാമ്പഴം തീറ്റ മത്സരത്തിൽ 1ാമതെത്തിയിരിക്കുകയാണ് പനമ്പള്ളി സ്വദേശിയായ ബോണി. അഗ്രികൾച്ചറൽ പ്രൊമോഷണൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മാംഗോ ഫെസ്റ്റിന്റെ ഭാഗമായിട്ടാണ് മാമ്പഴം തീറ്റ മത്സരം നടന്നത്. ജൂൺ 19 മുതൽ 30 വരെയാണ് മേള. മിനിറ്റായിരുന്നു മാമ്പഴം തീറ്റ മത്സരത്തിന് സമയം അനുവദിച്ചിരുന്നത്. കത്തി ഉപയോഗിക്കാതെ വേണം മാങ്ങ കഴിക്കാൻ. 6 മാങ്ങകളാണ് 1ാമതെത്തിയ ബോണി കഴിച്ചു തീർത്തത്. 5 കിലോ മാമ്പഴമായിരുന്നു സമ്മാനം. മത്സരം കൊള്ളായിരുന്നു. മാങ്ങയും അതിനനുസരിച്ച് ടേസ്റ്റ് ആയിരുന്നു. രസകരമായിട്ടുള്ള ഒരു മത്സരമാണുള്ളത്. അപ്പം ഞാൻ വളരെ ആസ്വദിച്ചാണ് ചെയ്തത്. മത്സരിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. 5 മാമ്പഴം കഴിച്ചുകൊണ്ട് 2 പേരാണ് 2ാം സ്ഥാനത്തെത്തിയത്. 3 മിനിറ്റ് കൊണ്ട് 3 മാമ്പഴം കഴിച്ചു തീർത്ത ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥി ശിവാനിയും ശ്രദ്ധ നേടി. ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ മാങ്ങ കഴിക്കാൻ പറ്റി. 70. തിന്നാനായിട്ട് ജീവിക്കുന്നതല്ലേ, അപ്പോൾ തിന്നാൻ സ്പീഡ് ഉണ്ടാവണം. ഞാൻ ജീവിക്കുന്നത് തന്നെ ഭക്ഷണം കഴിക്കാനാണ്. നന്നായിട്ട് ഭക്ഷണം കഴിക്കും. UP മല്ലിക, മൽഗോവ, കോലാപ്പാടി, ഹിമാം പസന്ത്, ബങ്കനപ്പള്ളി തുടങ്ങി 60 ഇനം മാമ്പഴങ്ങളാണ് മേളയിലെ താരങ്ങൾ. മേള കാണാനെത്തുന്നവർക്ക് മാമ്പഴങ്ങൾ രുചിച്ചു നോക്കി വാങ്ങാനുള്ള വിപുലമായ സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ മാങ്ങകളുടെ എത്രത്തോളം വെറൈറ്റികൾ ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ ഫെസ്റ്റിവലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇതെല്ലാം കെമിക്കലൊന്നും ഇല്ലാതെ ഓർഗാനിക്കായിട്ട് പഴുപ്പിച്ചതാണ്. കൂട്ടത്തിൽ ചക്കയും കയറ്റിയിട്ടുണ്ട്. ഈ മാസം 30 വരെയാണ് മേള നടക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. മാപ്പിളക്കോൽക്കളിയിൽ ചരിത്രം സൃഷ്ടിക്കാൻ കോഴിക്കോട്ടെ വനിതകൾ. സാംസ്കാരിക വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതി പ്രകാരമാണ് വനിതകൾ കോൽക്കളി പരിശീലനം നേടിയത്. 28-ന് ഇവർ അരങ്ങേറ്റം കുറിക്കും. വടക്കൻ കേരളത്തിന്റെ നാടൻ കലാരൂപമായ മാപ്പിളക്കോൽക്കളിയിൽ ഇനി കോഴിക്കോട്ടെ പെൺപെരുമ മുഴങ്ങും. പുരുഷന്മാരുടെ കുത്തകയായ മാപ്പിളക്കോൽക്കളിയിൽ ഒരു ചുവടുമാറ്റം ഒരുക്കി അമ്പരപ്പിച്ചിരിക്കുകയാണ് കോഴിക്കോട്ടെ ഒരു സംഘം വനിതകൾ. കോൽക്കളി അധ്യാപകൻ മുഹമ്മദ് ജനീഷിന് കീഴിൽ പ്രാഥമിക പഠനം പൂർത്തിയാക്കി 28-ന് അരങ്ങേറ്റത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ. മാപ്പിളക്കോൽക്കളി എന്ന വിഭാഗത്തിലാണ് ഇവരിപ്പോൾ അരങ്ങേറാൻ പോകുന്നത്. മാപ്പിളക്കോൽക്കളി എന്ന് പറഞ്ഞാൽ കുറച്ച് ഫാസ്റ്റായിട്ടാണ്. പഠിക്കാനും കളരിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അതിൽ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ പഠിച്ചെടുക്കാനും കുറച്ച് പ്രയാസമുള്ളൊരു സംഗതിയാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഇത്രയും പ്രായമായ സ്ത്രീകൾ വന്നപ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നു ഇവരെ പഠിപ്പിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളത്. കാരണം പ്രായം കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട്, പിന്നെ ഇവർക്ക് ശരീരം വഴങ്ങോ, ഞാൻ പറയുന്നത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമോ, അങ്ങനത്തെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പഠിപ്പിച്ച് തുടങ്ങി ഒരു 2-2.5 മാസം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഇവർ ഇതിനോട് കൂടുതലായിട്ട് സഹകരിച്ചതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു സംഗതി നല്ലൊരു രീതിയിൽ പഠിപ്പിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. 32 മുതൽ 64 വയസ്സുവരെയുള്ള 28 പേരാണ് കോൽക്കളി സംഘത്തിലുള്ളത്. കലോത്സവ നഗരിയിൽ മാത്രം പരിചിതമായ കോൽക്കളി പഠിക്കാൻ അവസരം ലഭിച്ചത് പലർക്കും പുത്തൻ അനുഭവമായി. ഒരു സ്വപ്നമായിരുന്നു ഞങ്ങൾക്ക് പഠിക്കണം എന്നല്ല. അപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ ഇങ്ങനെ ഈ യുനെസ്കോൻ്റെ ഇതും കൂടി ഇവിടെ ഇങ്ങനൊരു സാംസ്കാരിക നിലയുണ്ടായി. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞങ്ങൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ കുറേ വീട്ടമ്മമാരും അവിടെ ഏജ് ഗ്രൂപ്പൊന്നുമില്ല, 7 to 70 വരെയുള്ള ഏജുള്ള ആൾക്കാർക്ക് പങ്കെടുക്കാം. അപ്പോൾ ഞങ്ങളങ്ങനെ എല്ലാ വീട്ടമ്മമാരും വന്ന് വീട്ടിലെ സ്ട്രെസ്സൊക്കെ മാറ്റി വെച്ച് ഇവിടെ ഇപ്പോൾ ഞങ്ങൾ കോൽക്കളി
കോൽക്കളി പഠിച്ചു, അരങ്ങേറാൻ പോവുകയാണ്. ഇവിടെ വന്നപ്പം ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് കോലാട്ടം എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു. പക്ഷേ കോൽക്കളി എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ടഫാണെന്ന് തോന്നി. പക്ഷേ മാഷുടെ ആ ഒരു ശിക്ഷണത്തിലും ആത്മാർത്ഥതയിലും ഇത് പഠിച്ച് മുന്നോട്ട് പോയി. വനിതകൾക്കൊപ്പം ഒരു പുരുഷനും സംഘത്തിലുണ്ട്. 300-ലേറെ വർഷം പഴക്കമുള്ള മാപ്പിള കോൽക്കളിയിൽ ആദ്യമായാണ് വനിതകൾ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുന്നത്. ഭാവിയിൽ സാംസ്കാരിക സദസ്സുകളിൽ ഉൾപ്പെടെ പരിപാടികൾ അവതരിപ്പിച്ച് കോൽക്കളിയെ വീണ്ടും ജനകീയമാക്കാനാണ് ഇവരുടെ തീരുമാനം. വനിതകൾ കൈവച്ച മേഖലകളെല്ലാം വിജയം കൈവരിച്ച ചരിത്രമേ കോഴിക്കോട് നിന്ന് പറയാനുള്ളൂ. ഇത്തവണ മാപ്പിള കോൽക്കളിയിലാണ് ഈ ചരിത്ര നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ക്യാമറമാൻ സജീദ് അറിയലിനോടൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കോഴിക്കോട്. 12 മണിക്കൂർ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ അലിഞ്ഞ ഒരു കൂട്ടം സംഗീത പ്രേമികൾ. തൃശൂർ വെളുത്തൂർ മാനവ് സംഗീത വിദ്യാലയത്തിലാണ് പണ്ഡിറ്റ് രമേശ് നാരായണനുമായി സംഗീത വിദ്യാർത്ഥികളും കലാകാരന്മാരും സംവദിച്ചത്. ഹിന്ദുസ്ഥാനി സംഗീതരാവിൽ മലയാളത്തിലെ പ്രശസ്ത സംഗീത സംവിധായകനായ ബേണിയും പങ്കുചേർന്നപ്പോൾ അത് ഇരട്ടി മധുരമായി. 100ഓളം സംഗീത പ്രതിഭകൾ ഗാനങ്ങൾ ആലപിച്ച് കാത്തിരുന്നത് സംഗീതത്തിലെ കുലപതിയായ പണ്ഡിറ്റ് രമേശ് നാരായണനെയാണ്. പരസ്പരം തങ്ങളുടെ പ്രതിഭകൾ വെളിവാക്കാനും അനുഗ്രഹീതരായ ഗുരുക്കന്മാരുടെ മുൻപിൽ തങ്ങളുടെ കഴിവുകൾ കാണിക്കാനുമുള്ള വേദിയായി ഹിന്ദുസ്ഥാനി സംഗീത സദസ്സ് മാറി. മാനവ് സംഗീത അക്കാദമിയിൽ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കുന്നവരും അന്യജില്ലകളിൽ നിന്നുള്ള കലാകാരന്മാരും സംഗീത സദസ്സിൽ പങ്കാളികളായി. രമേശ് നാരായണന്റെ മകളും പിന്നണി ഗായികയുമായ മധുശ്രീ നാരായണനും വേദിയിൽ ഹിന്ദുസ്ഥാനി സംഗീതം ആലപിച്ചു. പ്രശസ്ത സിനിമാ സംഗീത സംവിധായകരായ ബേണി ഇഗ്നീഷ്യസിലെ ബേണിയുടെ ഗാനാലാപനവും സദസ്സിന് മാറ്റുകൂട്ടി. KCBയിൽ നിന്ന് റിട്ടയർ ചെയ്ത ശേഷം ജീവിതം സംഗീതത്തിനായി മാറ്റിവെച്ച സതീഷ് മാനവാണ് തന്റെ വിദ്യാലയത്തിലെ അംഗങ്ങൾക്ക് വേണ്ടി വ്യത്യസ്തമായ സംഗീത സദസ്സ് സംഘടിപ്പിച്ചത്. കേരളത്തിലെ ഹിന്ദുസ്ഥാനി സംഗീതം പ്രചരിപ്പിക്കുന്നതിൽ എനിക്ക് പങ്കുവച്ചിട്ടുള്ള ഞങ്ങളുടെ ഗുരുജി ശ്രീ പണ്ഡിറ്റ് രമേശ് നാരായൺ സാറിന്റെ മുൻപിൽ അദ്ദേഹത്തിന്റെ ശിഷ്യരുടെ ശിഷ്യമായിട്ടുള്ള അനേകം കുട്ടികളും അനേകം വിദ്യാർത്ഥികളും സംഗീതാർച്ചന നടത്തി അതിഭയങ്കരമായിട്ട് പുലർച്ചെ 4 മണി മുതലുള്ള സംഗീതാർച്ചന തുടർച്ചയായി ഒരു വൈകിട്ട് 10:30 വരെയാണ് നടന്നത്. ഗായകൻ പണ്ഡിറ്റ് വിജയ് സുർസെന്നിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ ഏകോപിപ്പിച്ചത്. വരും വർഷങ്ങളിലും ഹിന്ദുസ്ഥാനി സംഗീതത്തിനു വേണ്ടി സംഗീത സദസ്സുകൾ നടത്താനാണ് അംഗങ്ങളുടെ തീരുമാനം. അമൃത ന്യൂസ്, തൃശൂർ. പഴയ മാരുതി 800 കാറിനെ രൂപമാറ്റം വരുത്തി ഡ്രൈവറില്ലാതെ ഓടിക്കാൻ കഴിയുന്ന ഇലക്ട്രിക് വാഹനമാക്കി മാറ്റിയിരിക്കുകയാണ് ഇടുക്കി പീരുമേട് മാർ ബെസിലിയോസ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ. ജെറ്റ് നാനോ സിസ്റ്റം ഉപയോഗിച്ച് മൈക്രോ കൺട്രോളർ വഴിയാണ് വാഹനം നിയന്ത്രിക്കുന്നത്. പീരുമേട് മാർ ബെസേലിയോസ് കോളേജിലെ 5 ഓട്ടോമൊബൈൽ വിദ്യാർത്ഥികളാണ് ഈ കണ്ടെത്തലിന് പിന്നിൽ. അവസാന വർഷ പ്രോജക്റ്റിന്റെ ഭാഗമായായിരുന്നു പരീക്ഷണം. സോഡിയം അയൺ ബാറ്ററിയിൽ നിന്നാണ് വാഹനത്തിനുള്ള വൈദ്യുതി ലഭിക്കുന്നത്. എഞ്ചിന് പകരം PSSM ഇലക്ട്രിക് മോട്ടോർ ഗിയർ ബോക്സുമായി ഘടിപ്പിച്ചിരിക്കുന്നു. ഡ്രൈവറുടെ സഹായമില്ലാതെ വാഹനം ഓടിക്കാം. ജെറ്റ് നാനോ സിസ്റ്റം വഴി മൈക്രോ കൺട്രോളറിലൂടെയാണ് വാഹനം നിയന്ത്രിക്കുന്നത്. ഇതിൽ നമ്മൾ മെയിനായിട്ടും ഈ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാണ്ടും അതോടൊപ്പം തന്നെ ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഉള്ള മെക്കാനിസമാണ് ഈ ഒരു ജെറ്റ്സൺ ഓറി നാനോയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ വിഷ്വൽ കാണുന്ന ഒരു ക്യാമറയുണ്ട്. ആ ക്യാമറ വഴി പുറം ഭാഗത്തെ എല്ലാ കാഴ്ചകളും നമുക്ക് കണ്ടുപോകാൻ പറ്റും. അതോടൊപ്പം തന്നെ ആ ക്യാമറയിൽ നമ്മുടെ പുറമേ ഉള്ള മെയിൻ റോഡിലെ 2 വരകൾ കൂട്ടി യോജിപ്പിച്ച് അതിൽ 2 മാർക്കിംഗ് ഉണ്ടാക്കി ആ മാർക്കിംഗ് എങ്ങനെ ഫോളോ ചെയ്തു പോകുന്നു എന്നതിനെ അപേക്ഷിച്ചിരിക്കും വണ്ടിയുടെ മുന്നോട്ടുള്ള ചലനം. മുന്നിലെ കാഴ്ചകൾ കാണാൻ വെബ് ക്യാമറയുണ്ട്. ലാപ്ടോപ്പ് വഴിയാണ് വാഹനം നിയന്ത്രിക്കുക. രണ്ടുപേർക്ക് സഞ്ചരിക്കാവുന്ന വാഹനത്തിന് 18 കിലോമീറ്റർ വേഗത ലഭിക്കും. കുട്ടികളുടെ കണ്ടെത്തലിന് പൂർണ്ണ പിന്തുണയാണ് കോളേജ് അധികൃതർ നൽകിയത്. The aim of this project was to have a prototype for realizing this autonomous car. And this is using different types of processor to have the communication and to have the control of the vehicle. കാറിന്റെ പഴയ സ്റ്റിയറിംഗ് സിസ്റ്റം മാറ്റി പവർ സ്റ്റിയറിംഗ് ആക്കി. മാനുവൽ ഗിയർ ലിവറിന് പകരം ബട്ടൺ സ്വിച്ചുമുണ്ട്. ജിസ് എം സ്കറിയ, നിതിൻ രാജേഷ്, അഖിൽ പത്മരാജൻ,
അനുജിത് ജോൺ, അൻസൺ ഷാജി എന്നിവരാണ് ഈ കണ്ടെത്തലിന് പിന്നിൽ. അമൃത ന്യൂസ്, ഇടുക്കി. നമ്മളിപ്പോൾ കണ്ടത് വെള്ള നമ്പർ പ്ലേറ്റ് പച്ച നമ്പർ പ്ലേറ്റ് ആയതിൻ്റെ മനോഹരമായൊരു കഥ. ഇനിയിപ്പോൾ പോകുന്നത് പാസ്പോർട്ട് സേവനത്തിൻ്റെ അപേക്ഷാ നിരക്ക് കൂട്ടിയതിൻ്റെ കണക്കിലേക്കാണ്. എന്തായാലും പാസ്പോർട്ട് അപേക്ഷാ നിരക്കുകൾ കുത്തനങ്ങ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് പാസ്പോർട്ടിന് അപേക്ഷിക്കാനുള്ള ഫീസ് 2500 രൂപയാണ് ആക്കിയത്. 2026 പാസ്പോർട്ട് ഭേദഗതി നിയമപ്രകാരം വിദേശകാര്യ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. പുതുക്കിയ നിരക്കുകൾ ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരും. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് 36 പേജുള്ള പാസ്പോർട്ടിന് അപേക്ഷിക്കാനുള്ള ഫീസ് 1500 രൂപയായിരുന്നു. ഇതാണ് 2500 രൂപയാക്കി ഉയർത്തിയത്. ഇതേ പാസ്പോർട്ട് തത്കാൽ സംവിധാനത്തിലൂടെ വേണമെങ്കിൽ നിരക്ക് 5000 രൂപയാകും. 60 പേജ് പാസ്പോർട്ടുകൾക്ക് 3500 രൂപയും തത്കാൽ നിരക്ക് 6000 രൂപയുമാക്കി. 15 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 1750 രൂപയുമായിരിക്കും. തത്കാലിന് 4250 രൂപയും. കുട്ടികളുടെ പാസ്പോർട്ട് നഷ്ടപ്പെടുകയോ കേടുവരികയോ ചെയ്താൽ പുതിയതിന് സാധാരണ നിരക്കിൽ 4250 രൂപയും തത്കാലിന് 6750 രൂപയും നൽകേണ്ടി വരും. പാസ്പോർട്ട് നഷ്ടപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ പുതിയത് എടുക്കുന്നതിനുള്ള ചെലവും കുത്തനെ കൂട്ടി. 36 പേജുള്ള ബുക്ക്ലെറ്റിന് സാധാരണ കാറ്റഗറിയിൽ 5000 രൂപയും തത്കാലിന് 7500 രൂപയുമാണ് പുതിയ നിരക്ക്. 60 പേജുള്ള ബുക്ക്ലെറ്റിന് ഇത് യഥാക്രമം 6000 രൂപയും 8500 രൂപയുമായിരിക്കും. ഇവയ്ക്ക് പുറമെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, സറണ്ടർ സർട്ടിഫിക്കറ്റ്, ഗ്ലോബൽ എൻട്രി പ്രോഗ്രാം വെരിഫിക്കേഷൻ തുടങ്ങിയ മറ്റ് സേവനങ്ങൾക്കുള്ള നിരക്ക് ഇന്ത്യയിൽ 750 രൂപയായും വിദേശത്ത് $40 പുതുക്കി നിശ്ചയിച്ചു. വിദേശത്ത് വെച്ച് നൽകുന്ന എമർജൻസി സർട്ടിഫിക്കറ്റിന് $15 ആയിരിക്കും നിരക്ക്. ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർക്ക് നിലവിൽ 27 രാജ്യങ്ങളിൽ വിസയില്ലാതെ സഞ്ചരിക്കാം. 47 രാജ്യങ്ങളിൽ വിസ ഓൺ അറൈവലിന് സൗകര്യമുണ്ട്. ഈ വിസ സൗകര്യം യാത്രക്കാർക്ക് നൽകുന്നത് 66 രാജ്യങ്ങളാണ്. പാസ്പോർട്ട് എന്നത് കേവലം ഒരു യാത്രാരേഖ മാത്രമാണെന്നും അത് ഇന്ത്യൻ പൗരത്വത്തിനുള്ള ഏകീകൃത തെളിവായി കാണാനാകില്ലെന്നും കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് നിരക്കുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള പുതിയ ഉത്തരവ്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. കോട്ടയത്ത് ഷാപ്പിൽ നിന്ന് മീൻകറി കഴിച്ച യുവാവ് മരിച്ചതിനെ തുടർന്ന് പരിശോധന കർശനമാക്കിയിരിക്കുകയാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ കോട്ടയം നഗരത്തിൽ വിവിധ ഹോട്ടലുകളിൽ പരിശോധനകൾ നടന്നു. അതേസമയം ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ വേണ്ടത്ര ഉദ്യോഗസ്ഥർ ഇല്ലാത്തത് വലിയ വെല്ലുവിളിയാണ്. കോട്ടയം ഐമരം പഞ്ചായത്തിലെ പരിപ്പ് 900 ഷാപ്പിൽ നിന്നും മീൻ തലക്കറി കഴിച്ച കുമരകം സ്വദേശി മരിച്ചതിനെ തുടർന്നാണ് ആരോഗ്യ വിഭാഗവും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും പരിശോധനകൾ വീണ്ടും കർശനമാക്കിയത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം കോട്ടയം നഗരത്തിൽ നടത്തിയ പരിശോധനയിൽ 9 ഭക്ഷണശാലകളിൽ നിന്നും പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തു. ദിവസങ്ങൾ പഴക്കമുള്ള ചോറ്, നൂഡിൽസ്, വേവിച്ച ബീഫ്, പുളിശ്ശേരി, ചിക്കൻ കറി, മീൻകറി, കുഴിമന്തി, അച്ചാർ തുടങ്ങിയവയാണ് പിടിച്ചെടുത്തത്. അതേസമയം പഴകിയ ഭക്ഷണ സാധനങ്ങൾ കണ്ടെടുത്ത ഭക്ഷണശാലകളുടെ പേരുകൾ നഗരസഭ പരസ്യമാക്കിയിട്ടില്ല. പഴകിയ ഭക്ഷണം പിടികൂടുമ്പോൾ പിഴയൊടുക്കലിൽ മാത്രം ഒതുങ്ങുകയാണ് ശിക്ഷാ നടപടികൾ. ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന് പരിശോധനകൾ നടത്താൻ വേണ്ടത്ര ഉദ്യോഗസ്ഥർ ഇല്ലാത്തത് വെല്ലുവിളി സൃഷ്ടിക്കുകയാണ്. ഇതേ തുടർന്ന് ഓപ്പറേഷൻ മൺസൂൺ പോലുള്ള പരിശോധനകൾക്കും വേണ്ടത്ര ഉദ്യോഗസ്ഥരെ നിയോഗിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. നമ്മുടെ സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ FSSAIയുടെ മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെയാണ് ഇന്ന് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഈ പറയുന്ന FSSAI കർശനമായി നിർദ്ദേശിച്ചതാണ് 1000 ഭക്ഷ്യ സംരംഭകർക്ക് ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള കണക്കിലുള്ള നിയമനം നടത്തണമെന്ന്. കേരളത്തിൽ ഏകദേശം 4.5 ലക്ഷത്തിന് മുകളിൽ ഭക്ഷ്യ സംരംഭകരുണ്ടെന്നിരിക്കെ നിലവിൽ വെറും 170 ഉദ്യോഗസ്ഥർ മാത്രമാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ ഇന്ന് ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നിരവധി തവണ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തി PSCയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഏകദേശം 70ഓളം പേരുണ്ടായിട്ടും ഒരാളെ പോലും നിയമിക്കുവാൻ സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചില്ല. 1000 ഭക്ഷ്യ സംരംഭകർക്ക് ഒരു ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥൻ വേണമെന്നാണ് FSSAIയുടെ കണക്ക്. എന്നാൽ ഈ അനുപാതത്തിനനുസരിച്ച് ഉദ്യോഗസ്ഥർ ഇല്ലാത്തതാണ് പരിശോധനകൾ കാര്യക്ഷമമല്ലാത്തതിന് കാരണമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പരിശോധനകൾക്കിടയിലെ ഇടവേളകൾ വർദ്ധിക്കുമ്പോൾ അനാരോഗ്യകരമായ സാഹചര്യങ്ങളിൽ ഭക്ഷണം തയ്യാറാക്കുന്നതും പഴകിയ ഭക്ഷണം വിളമ്പുന്നതും ഭക്ഷ്യവിഷബാധയുമൊക്കെ ആവർത്തിക്കപ്പെടുകയാണ്. ഇതിനിടെ രാത്രികാലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകളിൽ ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വിഭാഗങ്ങളുടെ പരിശോധനകൾ വേണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. അമൃത ന്യൂസ്, കോട്ടയം. കോട്ടയം ചെങ്ങളത്ത് ദമ്പതികൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ നിന്നുമായി 13 ഗ്രാം MDMAയും 6 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. സംഭവത്തിൽ ദമ്പതികൾ ഉൾപ്പെടെ 3 പേരെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. കോട്ടയം ഈരാറ്റുപേട്ടയിൽ നിന്നും 10,000 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പോലീസ് പിടികൂടിയിട്ടുണ്ട്.
കോട്ടയത്ത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ പോലീസും എക്സൈസ് വകുപ്പും നടത്തിയ പരിശോധനകളിൽ നിരവധിയിടങ്ങളിൽ നിന്നും MDMAയും കഞ്ചാവും അടക്കമുള്ള ലഹരി വസ്തുക്കളും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തു. കോട്ടയം ചെങ്ങളം മോർക്കാട് ഭാഗത്ത് കഴിഞ്ഞ രാത്രിയിൽ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ ഓട്ടോറിക്ഷയിൽ നിന്നും 1.2 ഗ്രാം MDMAയും 6 ഗ്രാം കഞ്ചാവുമാണ് കണ്ടെടുത്തത്. ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന മൂലവട്ടം സ്വദേശി മനുവിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൂടുതൽ MDMA വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നതായി വിവരം ലഭിച്ചത്. മോർക്കാട് സ്വദേശി സുധി ജബാറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 12 ഗ്രാം MDMA കൂടി കണ്ടെടുത്തു. സുധി ജബാർ ഓടി രക്ഷപ്പെട്ടെങ്കിലും ലഹരി ഇടപാടിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇയാളുടെ ഭാര്യ ആസിയയെ എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. സുധി ജബാർ പിന്നീട് എക്സൈസ് ഓഫീസിലെത്തി കീഴടങ്ങി. ചെങ്ങളം ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് മനു എന്ന് പറയുന്ന ആളെ ഏകദേശം 1 ഗ്രാമിലധികം MDMAയുമായി പിടികൂടി. ഞാൻ ഓട്ടോയിൽ MDMA കടത്തിക്കൊണ്ടുവന്നത് പിടികൂടി. തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയിൽ ഞാൻ ഒരു ദമ്പതികളായ സുധി ജബ്ബാർ, അൽസിയ ജമാലുദ്ദീൻ എന്നിവരെ എതിരെ ഏകദേശം 12.55 ഗ്രാം MDMAയുമായി പിടികൂടി. കോട്ടയം ഈരാറ്റുപേട്ടയ്ക്ക് സമീപം ഇളപ്പങ്കലിൽ നിന്നും വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 10,000 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും വ്യാജ സിഗരറ്റും പോലീസ് കണ്ടെടുത്തു. സംഭവത്തിൽ ഈരാറ്റുപേട്ട പീടികത്താഴത്ത് മുഹമ്മദ് റസാഖ് എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. വീടിന്റെ ടെറസിലും മുറിയിലുമായി 16 ചാക്കുകളിലായാണ് പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. കോട്ടയം മണർകാട് ഇന്നലെ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ ദമ്പതികൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും കഞ്ചാവും കഞ്ചാവ് ചെടികളും കണ്ടെടുത്തിരുന്നു. വരും ദിവസങ്ങളിലും അനധികൃത ലഹരി കൈമാറ്റം തടയുന്നതിനായി പരിശോധനകൾ തുടരുമെന്ന് പോലീസും എക്സൈസ് വകുപ്പും അറിയിച്ചു. അമൃത ന്യൂസ്, കോട്ടയം. വീര്യം കുറഞ്ഞ മദ്യനയത്തിൽ മുസ്ലിം ലീഗ് മുഖ്യമന്ത്രിയുടെ നിലപാടിനൊപ്പമാണെന്ന് മന്ത്രി KM ഷാജി. മുന്നണിയിൽ ഒരു കക്ഷിക്കും മദ്യനയത്തിൽ എതിർപ്പില്ല എന്നും KM ഷാജി പറയുന്നു. PM ശ്രീ വിഷയത്തിൽ സാമുദായിക സംഘടനകൾക്ക് അവരുടെ അഭിപ്രായം പറയാൻ അവകാശമുണ്ടെന്നും കേന്ദ്ര സർക്കാരുമായി മത്സരത്തിനില്ല എന്നും മന്ത്രി പറഞ്ഞു. ലീഗ് മുന്നണിയുടെ നിലപാടിൻ്റെ കൂടെയാണ്, അത്രേ ഉള്ളൂ. മുസ്ലിം ലീഗിനായിട്ട് വേറെ നിലപാടുണ്ടെങ്കിൽ തന്നെ അത് ഞങ്ങൾ മുന്നണിയുടെ അകത്തേ പറയുള്ളൂ. പുറത്ത് പറയാനുള്ളത് ലീഗ് പറഞ്ഞു കഴിഞ്ഞു. അത് മന്ത്രിസഭയിൽ വന്ന മുഖ്യമന്ത്രിയുടെ കമൻറ്റിനപ്പുറത്തേക്ക് ഒരഭിപ്രായം ഇപ്പം ഞങ്ങൾക്ക് പറയാനില്ല. എന്തെങ്കിലും പറഞ്ഞോട്ടെ, ഞങ്ങളൊരു ജനാധിപത്യ പാർട്ടിയാണ്. ഓരോരുത്തർ അഭിപ്രായം പറയും, അതിനൊന്നും വേദനാവേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് അഭിപ്രായം അതിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റി പറയേണ്ടതുണ്ടെങ്കിൽ ഞാനല്ല പറയേണ്ടത്, കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. അതായത് ഇന്നലെ അവിടെ സഭയിലില്ലേ, ഒന്ന് പിന്നെ മുഖ്യമന്ത്രിനെ ചെറുതായി തോണ്ടാവുന്ന അകലല്ലേ ഉള്ളൂ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ ലഹരി നമുക്ക് വേണ്ട എന്നുള്ളൊരു ദൃഢപ്രതിജ്ഞ എടുക്കാം. എന്തായാലും ഈ വാർത്തയോടുകൂടി ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ മറക്കാതെ കാണുക. നമസ്കാരം.